ഗർ കുഞ്ചാക്കോബൻ സുരാജ് കൂട്ടുകെട്ടില് ഒരു പുതിയ സിനിമ ഇന്ന് തിയേറ്ററിലെത്തി. സിനിമയുടെ പേരാണ് ഗർ. ഇത് കുറച്ച് നാളുകൾക്ക് മുൻപ്, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ട്രിവാൻഡ്രം സൂര് നടന്നൊരു സംഭവമായിരുന്നത്. അത് തന്നെയായിരുന്നു ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. JK ആണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ എസ്രയുടെ ഡയറക്ടറാണ്. പുള്ളിയുടെ അടുത്ത സിനിമയാണിത്. അപ്പം അങ്ങനെയൊക്കെ തന്നെ കുറച്ച് ചെറിയൊരു പ്രതീക്ഷ ഈ സിനിമയ്ക്കകത്ത് കുറച്ച് പേർക്ക് ഉണ്ടായിരുന്നു. എനിക്കും ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ കിടിലൻ ടീസറായിരുന്നു ഈ സിനിമയുടെ ടീസറൊക്കെ. അപ്പോൾ ഭയങ്കര ആ ടീസർ ഇറങ്ങിയ സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് സ്പ്രെഡായ അതായിരുന്നു ഇതിൻ്റെ ടീസറൊക്കെ. ടീസർ നല്ല രസമായിരുന്നു. കാണുമ്പോൾ നമുക്ക് സിനിമ കാണാൻ തോന്നിപ്പിക്കുന്ന ഒരു ടീസറായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്ന സിനിമ ഒന്ന് തിയേറ്ററിലെത്തി. അപ്പോൾ ഫസ്റ്റ് ഷോ തന്നെ കയറി കണ്ടു. അപ്പോൾ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത് ഇതൊരു വളരെ ചെറിയൊരു സിനിമയാണിത്. ഒരു തവണ കണ്ടിരിക്കാം, അങ്ങനെയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. പടത്തിലെ പാട്ടുകളൊക്കെ നന്നായിട്ടുണ്ട്. സിനിമയിലെ പാട്ടുകൾ ഞാൻ പാട്ടുകളൊന്നും അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു വെഡ്ഡിങ് സോങ് പോലൊരു. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബാക്കി വേറെയും കുറച്ച് പാട്ടുകൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ ഇന്ന് തിയേറ്ററിലാണ് കേട്ടത്. അതൊക്കെ അടിപൊളിയുണ്ട്. തിയേറ്ററിൽ കേൾക്കാൻ നൈസായിരുന്നു. പിന്നെ സ്കോറുകൾ, അടിപൊളി സ്കോറുകളായിരുന്നു സിനിമയ്ക്കകത്ത്. പ്രത്യേകിച്ച് ആ സിംഹത്തിന് കൊടുത്തിട്ടുള്ള സ്കോറ്. സിംഹം ഇതിലൊരു മുഴുനീള റോളിൽ ഉണ്ട്. ശരിക്കും സിനിമയ്ക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സിംഹം. നമ്മൾ പുലിനെ ബേസ് ചെയ്തിട്ടുള്ള പടങ്ങളൊക്കെ കാണുന്നുണ്ട്. പുലി അത്യാവശ്യം ഉള്ള, അല്ലെങ്കിൽ പുലിയുടെ കഥ, അല്ലെങ്കിൽ പുലി അത്യാവശ്യമുള്ളൊരു സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ശിക്കാരി ശംഭു പ്ലോട്ടാണ് പുലി. പിന്നെ പുലിമുരുകൻ, പിന്നെ മൃഗയ, അങ്ങനെ കുറച്ച് പടങ്ങൾ. സിംഹം ഒരു മലയാള സിനിമയിൽ മുഴുനീള ഒരു ഇതിൽ പ്ലോട്ടാവുന്നത് സിംഹം. അതൊക്കെ തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും മലയാളത്തിൽ. അത് രസമായിട്ടുണ്ട് കേട്ടോ. എനിക്ക് നമുക്ക് ആ സിംഹമൊക്കെ ഒറിജിനലാണ്. ശരിക്കും നമുക്കത് കാണുമ്പോൾ ഒരു ഗ്രാഫിക്സ് പോലെ തോന്നുമെങ്കിലും സംഭവം സിംഹം ഒറിജിനലാണ്. അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ട് ഈ സിനിമ. ഈ ക്രൂ മെമ്പേഴ്സും അല്ലെങ്കിൽ ടീമൊക്കെ അത്യാവശ്യം ഈ സിനിമയ്ക്ക് വേണ്ടി പണിയെടുത്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് ചാക്കോച്ചനൊക്കെ വന്നിട്ടുണ്ട്. ചാക്കോച്ചനും സുരാജേട്ടനൊക്കെ അടിപൊളിയുണ്ട്. പിന്നെ ബാക്കി അഭിനയിച്ച ആൾക്കാരൊക്കെ അതെ, മെയിനായിട്ട് ഇവർ രണ്ടുപേരാണ്. ഇവർ 3 പേര്, ഈ സുരാജേട്ടൻ, ചാക്കോച്ചൻ, പിന്നെ ഈ സിംഹം, ഇവർ തന്നെയാണ് പടം. ഇത് പിന്നെ മറ്റേ ചാക്കോച്ചൻ്റെ കൂടെ നടക്കണ ഒരാൾ, മറ്റേ മെലിഞ്ഞിട്ട് ഒരാൾ, മറ്റേ 4ാം കേസ് കൂടുതൽ കളിക്കാനുള്ള പേരറിയില്ല. പുള്ളി നന്നായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയ പടം. കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ തിയേറ്ററിൽ കൊണ്ടുപോയിട്ടൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു സിനിമയാണിത്. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് എടുത്ത് പറയാൻ മാത്രം ഭയങ്കരമായിട്ടൊന്നും തന്നെ ഈ സിനിമയ്ക്കകത്തില്ല. നമുക്ക് ഒരു തവണ കണ്ടിരിക്കാം സിനിമ. പാട്ടുകളൊക്കെ എനിക്ക് ഇഷ്ടമായി. പിന്നെ ബോറടി ഒന്നുമില്ല. ലാഗും കാര്യങ്ങളൊന്നും ഇല്ല സിനിമ 2 മണിക്കൂർ, 2 മണിക്കൂർ, കറക്റ്റ് 2 മണിക്കൂറാണ് സിനിമ. ഈ സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് നൈസായിരുന്നു. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് നല്ല രസമായിട്ട് പോയി. സെക്കൻഡ് ഹാഫിലോട്ട് കടന്നപ്പോഴാണ് ചെറിയ ചെറിയ പോരായ്മകൾ എനിക്ക് ഫീൽ ചെയ്തത്. എങ്കിലും സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ലാണ്ട് തന്നെ പോയി. പക്ഷേ ക്ലൈമാക്സിനോട് എത്തിയപ്പോഴാണ് എനിക്ക് അത്ര ഒരു സുഖം തോന്നാണ്ടിരുന്നത്. പിന്നെ എൻഡിങ് ഒക്കെ നന്നായിട്ടുണ്ട്. ലാസ്റ്റ് ഒരു പാട്ടുണ്ട്. ആ പാട്ട് കഴിഞ്ഞിട്ട് ശരിക്കും നമ്മൾ സിനിമ കാണുമ്പോൾ ശരിക്കും ഈ പാട്ട് ലാസ്റ്റ് പാട്ടാണ് സിനിമയുടെ എല്ലാ സിനിമയ്ക്കകത്തുണ്ടാവും ലാസ്റ്റ് ഒരു പാട്ട്. അപ്പോൾ ആൾക്കാർ അത് ഇന്ന് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ കുറേ പേര് ഇറങ്ങിപ്പോയി ആ പാട്ടായി തന്നെ. കാരണം എല്ലാവരും വിചാരിച്ചു സിനിമ കഴിഞ്ഞു എന്ന്. കാരണം ആ പാട്ട് വന്നപ്പോൾ തന്നെ കുറേ പേര് തിയേറ്ററിൽ ഇറങ്ങി. പക്ഷെ അത് കഴിഞ്ഞിട്ടൊരു സീനുണ്ട്. അത് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീനാണ് ലാസ്റ്റ് എൻഡിങ്. അത് എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. കുറേ പേരും തിയേറ്ററിൽ പാട്ടായി പിന്നെ ഇറങ്ങിപ്പോയി. ലാസ്റ്റ് എൻഡിങ് സീൻ നന്നായിട്ടുണ്ട്. ക്ലൈമാക്സിൽ ആ ഒരു ഏരിയ കുറച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എൻഡിങ് എനിക്ക് നന്നായിട്ട് അവർക്കൊരു രസമായിട്ടുണ്ട് അത്. പിന്നെ ഇത്രയൊക്കെ തന്നെ, അല്ലാണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയാൻ മാത്രം ഒന്നുമില്ല. നമുക്ക് ഒരു തവണ തിയേറ്ററിൽ ഇരുന്ന് കാണാം എന്നുള്ളൊരു സിനിമയാണിത്. ഒരു തവണ കണ്ടു നോക്കാം എന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തോട്ട് ഭയങ്കരമായിട്ടൊന്നും എടുത്തു പറയാൻ എനിക്ക് തോന്നിയില്ല കണ്ടപ്പോൾ. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോൾ ഫാമിലീസിനൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരും. കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയ പടം. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊന്നും വേണമെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം. എനിക്കിപ്പോൾ മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത്, എനിക്കൊരു 1 ടൈം വാച്ചബിൾ, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഒരു തവണ കണ്ടിരിക്കാം സിനിമ, അങ്ങനെയാണ് എനിക്ക് ഈ പടം കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഈ സിനിമ കണ്ട് റിവ്യൂ നോക്കിയിട്ട് പോകാതിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. നിർബന്ധം മസ്റ്റായിട്ട് തിയേറ്ററിൽ കാണാനുള്ളതുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് കണ്ടു നോക്കാം. ബോറടി ഒന്നുമില്ല, ലാഗോ കാര്യങ്ങളൊന്നുമില്ല. 2 മണിക്കൂർ ചെറുതായിട്ട് ചിരിച്ചും കളിച്ചൊക്കെ ഇരുന്ന് ഒരു എൻഗേജിങ് ആയിട്ട് ചുമ്മാ കണ്ടിരിക്കുക ഒരു തവണ. അത്ര തന്നെ. പറ്റുന്നതൊന്ന് പോയി കണ്ടു നോക്കുക.